കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മക്കൾക്ക് റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ എന്തുമാത്രം ഇഷ്ടമാണെന്നുള്ളത് പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാമല്ലേ. എന്നാൽ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുണ്ടാക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയോടുകൂടി തന്നെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിന്ന് സ്ട്രീറ്റ് സ്റ്റൈലിൽ നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നൂഡിൽസ് വേവിക്കാനായിട്ട്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് യിപ്പി നൂഡിൽസാണ്. യിപ്പി നൂഡിൽസ് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലും വളരെ എളുപ്പത്തിലും നമുക്ക് നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 4 പാക്കറ്റ് മസാല പൗഡറും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 2 ബ്ലോക്ക് യിപ്പി നൂഡിൽസ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ 2 ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3 ആൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള നൂഡിൽസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തിളച്ച് തുടങ്ങിയ വെള്ളത്തിലോട്ട് ഈ 2 ബ്ലോക്ക് നൂഡിൽസും കൂടി ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം കളയാനായിട്ട്. വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ നൂഡിൽസ് നമ്മൾ നൂഡിൽസ് വേവിച്ച പാത്രത്തിലോട്ട് തന്നെ അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ്, അത് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നൂഡിൽസ് മസാല പൗഡർ 2 പാക്കറ്റ് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണ, അതായത് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത് നല്ലതുപോലെ ചൂടായ എണ്ണ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ചേർന്ന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊക്കെ ഈ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആവട്ടോ. എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനി നമ്മുടെ നൂഡിൽസിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തട്ടുകടയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കും ഒക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്